നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെനാലി രാമൻ കഥയാണ്. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. രാമൻ യുവാവായി. തെനാലി രാമന് ഉത്കടമായ പല ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ വിജയനഗരിയിൽ എത്തണം. കൃഷ്ണദേവരായർ ചക്രവർത്തിയുടെ പ്രീതി സമ്പാദിക്കണം. ചക്രവർത്തിയുടെ അന്തോവാസിയായി കൊട്ടാരത്തിൽ ജീവിക്കണം. പക്ഷേ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായോ? ഭാഗ്യം അനുഗ്രഹിക്കുക കൂടി വേണം. തെനാലി രാമൻ വിവാഹം കഴിച്ചു, ഒരു ആൺകുട്ടിയുടെ പിതാവുമായി. എന്നിട്ടും പഴയ ആഗ്രഹത്തിൽ ഒരു കുറവുമുണ്ടായില്ല. ഒരു ദിവസം രാമൻ ഒരു വർത്തമാനം കിട്ടി. രാജപുരോഹിതൻ മംഗലഗിരിയിൽ വന്നിരിക്കുന്നു. ഈ സന്ദർഭം തികച്ചും പ്രയോജനപ്പെടുത്തണം. അതിനായി രാമൻ്റെ പ്രയത്നം. രാജപുരോഹിതൻ ചക്രവർത്തിയുടെ ബഹുമാനം ആർജിച്ച ആളാണ്. അദ്ദേഹം വിചാരിച്ചാൽ തന്നെ ചക്രവർത്തിക്ക് പരിചയപ്പെടുത്താം. മംഗലഗിരി തെനാലിക്ക് അടുത്താണ്. അവിടുത്തെ ക്ഷേത്രത്തിൽ കുറേ നാൾ ഭജനമിരിക്കണം. അതിനാണ് രാജപുരോഹിതൻ വന്നത്. തെനാലി രാമൻ രാജപുരോഹിതനെ പോയി കണ്ടു. സകലവും പറഞ്ഞു. തന്ത്രശാലിയായിരുന്നു പുരോഹിതൻ. തൻ്റെ ജോലികളെല്ലാം ചെയ്യുവാൻ ഇവൻ കൊള്ളാം. രാമൻ വേണ്ടതെല്ലാം ശ്രദ്ധയോടെ ചെയ്തു കൊടുത്തു. പിന്നീടാണ് ലിംഗപുരാണം എന്ന കൃതി വായിച്ചു കേൾപ്പിച്ചത്. ദേവിയുടെ അനുഗ്രഹം ലഭിച്ചിരുന്നുവല്ലോ രാമന്. വികടകവിയും കവിയുമായി തീർന്നിരുന്നു. അയാൾ സ്വന്തമായി എഴുതിയതാണ് ലിംഗപുരാണം എന്ന കാവ്യം. ഓഹോ, ഇയാൾ കവിയാണല്ലേ? ഒന്നാന്തരമാണ് കവിത. പാണ്ഡിത്യവും പ്രതിഫലിച്ചിട്ടുണ്ട്. കവിതയിൽ രാജപുരോഹിതൻ അതിയായ അസൂയ തോന്നി. ഇയാളെ പറഞ്ഞു പറ്റിക്കുക തന്നെ, അതായി രാജപുരോഹിതൻ്റെ നിശ്ചയം. ചക്രവർത്തിക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം, രാമൻ അപേക്ഷിച്ചു. തീർച്ചയായും അത് ചെയ്യാം. പക്ഷെ ഒന്നുണ്ട്, ഞാൻ ഇവിടം വിടുന്നതുവരെ എൻ്റെ ജോലികൾക്ക് അമാന്തം കാണിക്കരുത്, പുരോഹിതൻ പറഞ്ഞു. ഏറ്റവും ശുഷ്കാന്തിയോട് തെനാലി രാമൻ വീടുപണികൾ ചെയ്തു കൊടുത്തു. രാമ, ഞാനിതാ മടങ്ങിപ്പോവുകയാണ്. താമസിയാതെ ഞാൻ നിനക്ക് ആളയക്കാം. അപ്പോൾ കൊട്ടാരത്തിലേക്ക് വരണം. കേട്ടോ, എല്ലാം ശരിപ്പെടുത്താം, നീ വിഷമിക്കേണ്ട. ഒരു ദിവസം രാജപുരോഹിതൻ പറഞ്ഞു. അദ്ദേഹം മംഗലഗിരിയിൽ നിന്ന് യാത്രയായി. അന്നു മുതൽ രാമൻ അക്ഷമയോടെ കാത്തിരിപ്പ് തുടങ്ങി. നാളുകൾ അനേകം കഴിഞ്ഞു. പുരോഹിതൻ്റെ ആൾ വന്നില്ല. തന്നെ രാജപുരോഹിതൻ പറഞ്ഞു പറ്റിച്ചതാണ് എന്നുള്ള ബോധം രാമനുണ്ടായി. ആട്ടെ, തക്ക സമയത്ത് പ്രതികാരം അനുഷ്ഠിക്കാം. തൽക്കാലം സ്വപ്രയത്നം കൊണ്ട് കാര്യം നേടുക തന്നെ. അമ്മ, ഭാര്യ, മകൻ 3 പേരെയും കൊണ്ട് രാമൻ യാത്ര തിരിച്ചു. രാജധാനിയായിരുന്നു ലക്ഷ്യം. വളരെ ദുർഘടമായ യാത്രയായിരുന്നു. അനേക ദിവസം വേണ്ടിവരികയും ചെയ്തു. വല്ലവിധവും വിജയനഗരത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു. ഒരു ചെറിയ വീട്ടിൽ ഒരു കുടുംബം പാർപ്പ് തുടങ്ങി. രാമൻ രാജപുരോഹിതൻ്റെ ഗൃഹത്തിലേക്ക് പോയി. എന്നിട്ടൊരു ഭൃത്യനെ കണ്ടു. തെനാലിയിൽ നിന്ന് വന്ന രാമനാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ യജമാനെ കാണണം, രാമൻ പറഞ്ഞു. ഭൃത്യൻ രാജപുരോഹിതനെ വിവരം അറിയിച്ചു. അങ്ങനെ ഒരാളെ ഞാൻ അറിയില്ല, എനിക്ക് അയാളെ കാണുകയും വേണ്ട, ഹൃദയശൂന്യനായ രാജപുരോഹിതൻ ഭൃത്യനോട് പറഞ്ഞു. ഭൃത്യൻ രാമനെ കണ്ട് നടന്നതറിയിച്ചു. രാമൻ നേരെ അകത്തേക്ക് പോയി. രാജപുരോഹിതൻ്റെ മുമ്പിലെത്തി. അനേക സന്ദർശകന്മാരും വന്നിട്ടുണ്ട്. മഹാത്മൻ, അങ്ങ് മംഗലഗിരിയിൽ ഭജനയ്ക്ക് വന്നല്ലോ. അപ്പോൾ അങ്ങയെ പരിചരിച്ച രാമനാണ് ഞാൻ. അങ്ങ് എന്നോട് പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടായിരിക്കും, രാമൻ പറഞ്ഞു. രാജപുരോഹിതൻ ദേഷ്യഭാവത്തിൽ ഭൃത്യന്മാരെ വിളിച്ചു. ഞാൻ ഇയാളെ അറിയില്ല, ഇയാളെ അടിച്ചിറക്കുവിൻ, രാജപുരോഹിതൻ കൽപ്പിച്ചു. ഭൃത്യന്മാർ അനുസരിച്ചു. അവർ രാമനെ ബലം പ്രയോഗിച്ച് വെളിയിലാക്കി. കണ്ടു നിന്നവർക്ക് ചിരി വന്നു. ശരി, പുരോഹിതനെ ഒരു പാഠം പഠിപ്പിക്കണം. പക്ഷേ അതിന് മുൻപ് ചക്രവർത്തിയുടെ അന്തോവാസിയാകണം. അതായി തെനാലി രാമൻ്റെ നിശ്ചയം. ഇതിനിടയ്ക്ക് കൊട്ടാരത്തിൽ പണ്ഡിത സദസ്സുകൾ നടക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഈ പണ്ഡിത സദസ്സുകൾ പേരുകെട്ട പണ്ഡിതന്മാർ വന്നുകൂടും. അവർ തമ്മിൽ വാഗ്വാദങ്ങൾ നടക്കും. ഒരിക്കൽ രാമനും സദസ്സിൽ ചെന്നു കയറി. പിറകിലിരിപ്പായി. മായയെക്കുറിച്ച് അന്നത്തെ വാഗ്വാദം നടന്നത്. ഒരു പണ്ഡിതൻ ആവേശത്തോടെ പ്രസംഗിക്കുന്നു. മാന്യമഹാജനങ്ങളെ, ഈ ലോകം മായയാണ്. മായയല്ലാതെ മറ്റൊന്നുമില്ല. ഇന്ദ്രിയങ്ങൾ മുഖേന നാം പലതും ഗ്രഹിക്കാറുണ്ടല്ലോ. പക്ഷേ വാസ്തവത്തിൽ ഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കുന്നുവെന്ന തോന്നൽ മാത്രം. നാം ഒരു വസ്തു കാണുന്നു എന്ന് നാം വിചാരിക്കുന്നു, കേൾക്കുന്നു എന്ന് വിചാരിക്കുന്നു, മണക്കുന്നു എന്ന് വിചാരിക്കുന്നു, സ്പർശിക്കുന്നു എന്ന് വിചാരിക്കുന്നു, രുചിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കേവലം വിചാരം മാത്രം. അതാണു മായ. രാമൻ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറഞ്ഞു,
മാന്യമഹാജനങ്ങളെ, ഭക്ഷിക്കുമ്പോൾ ഭക്ഷിക്കുകയെന്ന് വിചാരിക്കുന്നു. അതാണല്ലോ ഈ മഹാപണ്ഡിതൻ സമർത്ഥിച്ചത്. അത് ശരിയാണോ എന്ന് നമുക്കിപ്പോൾ പരീക്ഷിക്കാം. തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ സദ്യ തരുന്നുണ്ടല്ലോ. നമുക്കൊക്കെ സദ്യ ഉണ്ണാം. നമ്മുടെ മഹാപണ്ഡിതൻ ഉണ്ണുന്നതായി വിചാരിച്ചുകൊണ്ട് ഉണ്ണാതിരിക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറു നിറയും. കേട്ടവരെല്ലാം പൊട്ടിച്ചിരിച്ചു. മായാവാദക്കാരൻ എളിഭ്യനായി. ചക്രവർത്തിക്ക് സന്തോഷമായി. അദ്ദേഹം തെനാലി രാമന് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിച്ചു. രാമ, ഞാൻ നിങ്ങളെ കൊട്ടാരം വിദൂഷകനായി നിയമിച്ചിരിക്കുന്നു, ചക്രവർത്തി അറിയിച്ചു. ചിരകാലമായുള്ള ആഗ്രഹം അങ്ങനെ സാധിച്ചു. രാമന് അത്യധികമായ ആഹ്ലാദമുണ്ടായി. ഇനിയും വേണം അത് ചെയ്യുവാൻ, അതായത് രാജപുരോഹിതനോടുള്ള പകവീട്ടൽ. ഇത് തെനാലി രാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.